ഈനൈഫ ഉമ്മ എല്ലാം പഠിച്ചത് ഇവിടെയാണ്. അപ്പോൾ ഇനി അവസരങ്ങൾ തേടിച്ചെന്ന് ചോദിച്ച് ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് ലാലിൻ്റെ കൂടെയെന്ന് പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് തന്നത് വേറെ ആയിട്ടുള്ള മേജർ രവി സാറാണ്. സോ എനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരു തുടക്കം ഉറപ്പിച്ചത് മേജർ രവി സാറാണ്. അപ്പോൾ എനിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കണ്ണൻ കമരക്കുളം സാർ എനിക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രോജക്റ്റ് തന്നു. അതുമാത്രമല്ല ഭയങ്കര ഗൈഡൻസ് എനിക്ക് തന്നിട്ടുണ്ട് ലൈഫിൽ. അല്ലെങ്കിൽ പ്രോജക്ട്സ് സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകണം. ഇന്ന് ഞാൻ കുടുംബവേളയ്ക്ക് വേദികയായിട്ടുണ്ടെങ്കിൽ ഒരു പങ്ക് കണ്ണൻ ചേട്ടനുണ്ട്. നല്ല ക്യാരക്ടറാണ് പോയി ചെയ്തോളൂ. സോ എൻ്റെ ഫാമിലി മെമ്പർ പോലെയാണ് കണ്ണൻ ചേട്ടൻ്റെ ഫാമിലി. സോ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. സോ ഇന്ന് എനിക്ക് വേണ്ടി സ്കൈ കോർട്ടിൽ വന്നു. എൻ്റെ ഒരു ലൈഫിലെ ഏറ്റവും വലിയൊരു ഡേ ആണ്. താങ്ക് യു സോ മച്ച് സർ. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ശരണ്യെ കുറിച്ച് പറഞ്ഞാൽ ഞാനൊന്ന് അത്രയും 5ാമത്തെ ഫംഗ്ഷനാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ വിളിച്ച് ചോദിച്ചു ഞാൻ മനസ്സിലുള്ള കാര്യമുണ്ടോ, ലേറ്റായിരുന്നു. പക്ഷെ ശരണ്യ ഈ പറഞ്ഞ പോലെ തന്നെ അവസരം ചോദിച്ച് ഒരു മെയിലായിരുന്നു, ഫേസ്ബുക്കിലോ എവിടെയോ വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ കുട്ടി വന്നു. അപ്പം പറഞ്ഞ് ഗുജറാത്തിലായിരുന്നു. പക്ഷെ പിന്നെ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഈ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ അച്ഛനമ്മയായിട്ട് ഐറ്റം ഫോർ ഡിന്നർ, അപ്പോഴാണ് അറിയുന്നത് ഈ കുട്ടിയുടെ വാട്ട് ഐ ലൈക്ഡ് ഇൻ ഹർ വാസ് ഷീ വാസ് ലുക്കിംഗ് ആഫ്റ്റർ ദ ഫാമിലി. അവളുടെ സിസ്റ്ററുടെ പഠിപ്പ്, ഇതെല്ലാം ഒരു പെൺകുട്ടി എന്നുള്ള ആൺകുട്ടികളില്ലാത്തൊരു വീട്ടിൽ ബ്രദറില്ല, ശരണ്യസില്ല, ആ പേരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് ഈ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് മോളെ എൻ്റെ പടത്തിനകത്ത് ലേഡീസ് അങ്ങനെ ഈ ഹീറോയിൻസ് എന്ന് പറയുന്നത് വലിയ മോഹൻലാലിൻ്റെ ഭാര്യ പോലെ ഒരു പാട്ട് കൊണ്ടു പോകുന്നതാണ് എൻ്റെ അവസ്ഥ. അങ്ങനെയാണ്. അപ്പം എന്തായാലും ശരി ഞാൻ ഒരു അവസരം തരാമെന്ന് പറഞ്ഞിട്ടാണ് ആ പടത്തിനകത്ത് ചെറിയൊരു വേഷമാണെങ്കിലും അവിടുന്ന് ഷീ ടുക്ക് ഓഫ്. ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്പും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാരേജ് ഷീ ഗെറ്റിംഗ് ടി വി എല്ലാം എന്നെ വിളിച്ച് പറയും, സാർ ഞാനിങ്ങനെ സീരിയൽ ചെയ്യാൻ പോകുന്നു, ഞങ്ങൾ നല്ലതുപോലെ അവസാനം മാരേജ്. അത് കഴിഞ്ഞ് ഇന്ന് ഈ പൊസിഷൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ് മീ ടെൽ യു, ഹാർഡ് വർക്ക് ഓൾവേസ് പേയ്സ്. ഇവിടെ ഈ കുട്ടിയുടെ ഇന്നിപ്പോൾ ഈ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ 7 വർഷമായിട്ട് സിനിമ ചെയ്യാതിരിക്കുക. ഞാൻ വിചാരിച്ചു മതി ഇതെല്ലാം നിർത്തിയിട്ട് പോവാൻ. പക്ഷെ നൗ ഫോർ ദ ലാസ്റ്റ് 1 year ഐ എം ഡൂയിങ് എ ഫിലിം. 3 films I signed. പക്ഷെ 1 film I am producing myself with the newcomers. No artist, but I make them artists. This is what I believe. ഞാൻ പട്ടാളം വിട്ട് വരുന്ന സമയത്ത് എൻ്റെ ബാങ്ക് ബാലൻസ് 4000 രൂപയായിരുന്നു. ആ 4000 രൂപ ബാങ്ക് ബാലൻസ് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം വിറ്റിട്ടാണെങ്കിലും ഞാൻ ഈ പടം ചെയ്തിരിക്കും. ആൻഡ് ഐ പ്രൂവ് ദാറ്റ് ന്യൂ കമേഴ്സ് ക്യാൻ പ്രൂവ് ഇറ്റ്. ആ സ്റ്റോറി ഞാൻ ചെയ്യുന്നുണ്ട്. അതിലൂടെ ഇരിക്കുന്ന പലരും ഒരു ഭാഗമായിരിക്കും. കീപ് നോക്കിംഗ് മൈ ഡോർ. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു മോളെ. യു വിൽ ഗ്രോ ബിഗർ ആൻഡ് ബിഗർ. താങ്ക് യു. ജയ്. സാറിന് എൻ്റെ ചെറിയ സഹായം കണ്ണൻ ചേട്ടൻ. നമസ്കാരം. എത്താൻ കുറച്ച് ലേറ്റായി. ഞാൻ സത്യം വേറൊരു സ്ഥലത്തായിരുന്നു, അവിടെ ഓടി വന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല 2 വ്യക്തികളാണ്. ഒന്ന് ശരണ്യയും ശരണ്യയുടെ സ്വന്തം മനീഷും. ശരണ്യ എൻ്റെ കൂടെ 2-3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്നോട്ടെ ഭയങ്കര പാഷനേറ്റഡ് ആണ് ശരണ്യ. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുക, ഇങ്ങനൊരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുക. ഇത് ചെയ്യുന്നതിൻ്റെ അന്ന് ഒരു എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചായിരുന്നു. ഇങ്ങനെ വിനുവിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വിനു വളരെ നല്ലൊരു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞ് ധൈര്യമായിട്ട് ചെയ്തോ, നല്ല ഒരു. അപ്പോൾ ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവർക്ക്. പ്രൊഡക്ഷനിലും പുതിയ ടാലന്റേഴ്സിനെ കൊണ്ടുവരണം. അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും നന്നാവട്ടെ. ശരണ്യയുടെ നല്ല മനസ്സിലും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന മനീഷും ഇത് നല്ലൊരു തുടക്കമാവട്ടെ, ഗംഭീരമാവട്ടെ. എൻ്റെ എല്ലാ പ്രാർത്ഥനകളും 2 ആളുടെയും കൂടെ എന്നും ഉണ്ടാവും.